ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ദാണ്ടെ ഇന്ന് കുക്കറിൽ നമുക്ക് നല്ലൊരു റൈസ് ഉണ്ടാക്കിയെടുത്താലോ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്താലോ. ഒന്നാമത് ഗ്യാസിനൊക്കെ നല്ല ക്ഷാമം, അപ്പോഴേ വളരെ പെട്ടെന്ന് ലഞ്ചൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. അപ്പം അധികം വാചകം അടിക്കാതെ നമുക്ക് റെസിപ്പി കണ്ടാലോ, വായോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു കുക്കർ ഞാനൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്റെ ഗ്യാസ് തീർന്നു കേട്ടോ. അപ്പൊ ഞാൻ ഇപ്പൊ എന്റെ പാചകം എല്ലാം ഇൻഡക്ഷൻ കുക്കറിലാണ്. അപ്പം കുക്കറിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് അത്യാവശ്യം വലുതായിട്ട് കട്ട് ചെയ്ത് പനീറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ എനിക്ക് പറ്റിയ വലിയൊരു അമളിയുടെ കഥയും കൂടാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. ആരും എന്നെ കമന്റ് ഇട്ട് കൊല്ലരുത് കേട്ടോ. അപ്പൊ അതാണ്ട് പനീർ വലുതായിട്ട് തന്നെ ഞാനൊന്ന് ക്യൂബ്സ് ആക്കി ഇതിലേക്ക് ചേർത്ത് വെച്ച് കൊടുക്കുകയാണ്. ഇത് ഒരു പാത്രം കഴിക്കാൻ മതിയല്ലോ, ഒരുപാട് പാത്രം അഴുക്കാക്കണമെന്ന് കരുതി ചെയ്ത എളുപ്പ പണിയാണ്. പക്ഷെ എനിക്ക് ചെറുതായിട്ടൊന്ന് പണി കിട്ടി. അപ്പോഴ് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമുക്ക് ഈ പനീർ ഒന്ന് ഫ്രൈ ആക്കണം. അപ്പൊ അതാണ്ട് ഒരു വട്ടം ഒന്ന് തിരിച്ച് ഇടാൻ നോക്കിയതാണ്, കണ്ടോ നമ്മുടെ ആ കുക്കറിലൊക്കെ നല്ലപോലെ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരെണ്ണം ഒട്ടിപ്പിടിച്ചതാന്നാ വിചാരിച്ചത്, പക്ഷെ നോക്കിയപ്പോൾ എല്ലാം അതുപോലെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. എങ്കിലും ഞാൻ എങ്ങനെയൊക്കെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. ഈ കുക്കറിൽ ഇങ്ങനെ ഫ്രൈ ആക്കുന്ന പരിപാടി നിർത്തിയിട്ട് ഒരു നോൺ സ്റ്റിക്കിന്റെ പാനിലാണ് ഇതിങ്ങനെ ഫ്രൈ ആക്കുന്നെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കത്തൊന്നും കേട്ടോ എന്നാണ് എന്റെ വിശ്വാസം. കാര്യം നേരത്തെ ഞാൻ പനീർ ഫ്രൈ ആക്കുമ്പോഴെല്ലാം എനിക്ക് ഒട്ടിപ്പിടിച്ചിട്ടില്ല. അത് ആദ്യമായിട്ടാണ്. ഇനി എന്റെ കുഴപ്പമാണോ അതോ പനീറിന്റെ കുഴപ്പമാണോ എന്ന് അറിയത്തില്ല. അപ്പൊ എന്തായാലും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ചെറുതായിട്ട് കളറൊന്ന് മാറിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് ഞാനിങ്ങ് എടുത്തു. അധികം സമയമിട്ട് എനിക്ക് അധികം പണി തരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങ് എടുത്തു കേട്ടോ. അതെ, ഞാൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇനി അതേ പാനിൽ തന്നെ, ഞാൻ പാനൊന്നും മാറ്റിയതൊന്നുമില്ല, കുക്കറിൽ തന്നെയാണ് ഞാനൊന്ന് ചെയ്യുന്നത്. അതിലേക്ക് ഒരു സവാളന്റെ പകുതി മാത്രമേ ചേർക്കുന്നുള്ളൂ. അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നിങ്ങൾക്കുണ്ടോ ഇങ്ങനെയൊന്നും എനിക്കറിയില്ല. നമുക്ക് ആദ്യം തന്നെ ഇങ്ങനെ ഒരു അമളി പറ്റി കഴിയുമ്പോഴത്തേന് പിന്നെ ആകെ പാചകത്തിനോടുള്ള കോൺഫിഡൻസ് അങ്ങ് പോകും. ബാക്കി എങ്ങനെയെങ്കിലും ഒക്കെ ചെയ്ത് തീർക്കാൻ നോക്കും. അപ്പൊ അങ്ങനെ നമുക്ക് നല്ലൊരു റെസിപ്പി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരു പണി കിട്ടുമ്പോഴേക്കും ആകെ ഒരു വിഷമാവും കേട്ടോ. അങ്ങനെ ഒരു വിഷമത്തിലാണ് ഞാൻ ബാക്കി മൊത്തം ഇത് ചെയ്തെടുത്തത്. അപ്പോഴാണ് സവാള ഒന്ന് വഴറ്റി ചെറുതായിട്ട് കളറൊന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് 2, 3, 4, 5 നമ്മുടെ വെളുത്തുള്ളി അല്ലി ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 സവാള എടുത്തിട്ടുണ്ട്, അത് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത് നോക്കി ഒരു 1.5 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരെണ്ണത്തിന്റെ പകുതി. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്, അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ വഴറ്റി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് വരട്ടെ. അത് ഉടഞ്ഞു പോകുന്ന പാകമൊന്നും എത്തണ്ട. എനിക്കിത് കാണുമ്പോൾ വിഷമം വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ആരും വിചാരിക്കണ്ട അടുക്കി പിടിച്ച് വൃത്തിയായിട്ട ടേസ്റ്റ് ഒന്നും ആയിട്ടില്ല. നല്ല ടേസ്റ്റ് തന്നെ കിട്ടി എന്തായാലും. അപ്പൊ അതാണ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ ഒക്കെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് ഒരു ടീസ്പൂണൊക്കെ നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് ആ ഒരു പൊടികളുടെ പച്ചമണം മാറുന്നവരും നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ അതാണ് ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ അതാണ് പൊടികളുടെ പച്ചമണം ഒക്കെ ഏകദേശം ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് ചേർക്കുന്നതാണ് നമ്മുടെ ഈ ഒരു റൈസിന് അത്രയും ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഐറ്റം, അതാണ് കുറച്ച് തേങ്ങയാണ് കേട്ടോ. ഞാനൊരു കൈപ്പിടി തേങ്ങയാണ് ചേർക്കുന്നത്. പക്ഷെങ്കിൽ ഈ ഒരു സംഭവം ചേർക്കുമ്പോഴേക്കും ഈ ഒരു റൈസിന്റെ ലെവലേ മാറും കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ ഇങ്ങനെ വെറൈറ്റി റൈസ് ഉണ്ടാക്കുമ്പോഴേ ഒരു ഇത്തിരി തേങ്ങയും കൂടെ ചേർത്ത് ഉണ്ടാക്കി നോക്കും, നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ അതാണ് ഞാൻ ഇത്തിരി തേങ്ങയിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതേ ഉള്ളൂ, ഒരുപാട് സമയത്ത് വഴറ്റുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം.
അപ്പൊ ദാണ്ട ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മൾ അരിയാണ് കേട്ടോ. അപ്പൊ ഞാൻ ചെറിയ ബിരിയാണി അരി ഉണ്ടല്ലോ, അതാണ് ഒന്ന് നല്ലപോലെ വാഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം കളഞ്ഞിട്ട് അരി മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഗ്യാസ് തീർന്നോണ്ട് എനിക്ക് ഭയങ്കര കഷ്ടപ്പാടാട്ടോ. എനിക്കിവിടെ അടുപ്പൊന്നുമില്ല, ആകെ ഗ്യാസ് ഒരു ഇൻഡക്ഷൻ കുക്കറുമാണ് ഉള്ളത്. അപ്പൊ ഇപ്പൊ എന്റെ പാചകം മൊത്തം ഇൻഡക്ഷൻ കുക്കറിലായതുകൊണ്ട് ഞാൻ ഇപ്പൊ വെറൈറ്റി റൈസ് പിടിച്ചേക്കുക കേട്ടോ. അതാവുമ്പോഴത്തേനും എനിക്ക് പെട്ടെന്ന് പണി കഴിയുന്നുണ്ട്, അധികം കറണ്ട് ചാർജും ആവാതെ പണി പെട്ടെന്ന് കഴിയിപ്പിച്ചെടുക്കാം. ഇനി നമുക്കവിടെ മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, അതായത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള കണക്കിലാണ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പം 1.5 കപ്പ് എന്നുള്ള കണക്കിൽ വെള്ളം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ ഒരല്പം കൂടുതലാണോ എന്ന് തോന്നുന്ന രീതിയിൽ ഉപ്പിടണേ, അപ്പോഴേ അരിയിലൊക്കെ കറക്റ്റ് ആയിട്ട് പിടിച്ചു വരുള്ളൂ. ഇതൊക്കെ ഞാൻ പറയാൻ കാര്യം പണ്ട് പാചകം പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിതിലേക്ക് പനീർ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ആക്കി എടുക്കണേ. അപ്പൊ ഇതുപോലെ മിക്സാക്കല് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ഇങ്ങനെ മിക്സാക്കി കഴിയുമ്പോഴേക്കും തീർന്നു. ഇനി നമുക്ക് ദാണ്ടെ ഇനി കുക്കർ ഒന്ന് അടച്ചു വെക്കാം. ഒരൊറ്റ വിസിൽ ഒന്ന് കേട്ടാൽ മതി, നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പൊ അടുത്ത് നിന്ന് ഒരു വിസിൽ കേൾക്കുമ്പോഴേ ഓഫ് ആക്കിക്കോ, അല്ലെങ്കിൽ എന്ത് കുഴഞ്ഞു പോകും കേട്ടോ. അപ്പൊ അതാണ്ട് ഒരു വിസിൽ കേട്ട് അതിന്റെ സ്റ്റീം ഒക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പൊ അതാണ്ട് നമ്മുടെ അടിപൊളി ഒരു റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന് ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കിയാൽ മതി. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു പനീർ റൈസ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഒരു വട്ടെങ്കിലും ഈ തേങ്ങയൊക്കെ ചേർത്ത് പനീർ റൈസ് ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റ് ആണ്. കുട്ടികൾക്കും ഒക്കെ ഇഷ്ടാവും. നമുക്ക് ലഞ്ച് ബോക്സിലും കഴിക്കാൻ, വീട്ടിലിരുന്ന് കഴിക്കാനും ഒക്കെ നല്ലൊരു റെസിപ്പിയാണ്. അപ്പൊ എന്തായാലും ഉണ്ടാക്കി ഇഷ്ടമാവുകയാണെങ്കിൽ കഴിക്കാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതായിരിക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.